This video is for informational and educational purpose only. We do not guarantee any income. ഏകദേശം ഈ ഒരു വീഡിയോ കാണുന്ന 90% ഓഫ് ആളുകൾക്കും ഗൂഗിൾ ജെമിനിനെ പറ്റി അറിയാം. ഈ ഒരു ജെമിനി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലേക്ക് ക്യാഷ് ബാക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു അടിപൊളി ഒരു ഓഫറാണ്. ഈ ഒരു ഓഫർ വളരെ ലിമിറ്റഡ് ഒന്നുമല്ല, പണ്ടൊട്ടേ ഉള്ള ഒരു ഓഫറാണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഈ ഒരു ഓഫർ ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ പോലും ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ KYC പോലെ ഒരു ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ആ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഇതേപോലെ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ടെലിഗ്രാമിലും വാട്സപ്പിലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരനെ തീർച്ചയായിട്ടും അവിടെ നിന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരനെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഓഫേഴ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലേക്കൊക്കെ ക്യാഷ് ബാക്ക് ആണൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ വരാവുന്ന ഓഫറിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കമന്റ് ബോക്സിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് വെക്കുക. അതിനുശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും, പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ പിൻ ചെയ്ത് ആ ഒരു കമന്റ് ബോക്സിൽ ലിങ്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകും. ഒരുപാട് പേരെ കമന്റ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി, ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെലിഗ്രാമിൽ നമ്മുടെ ഓഫർ 7 എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റിലേക്കായിരിക്കും പോകുന്നത്. ആ ഒരു ഓഫർ 7ന്റെ അകത്ത് ഞാൻ ലിങ്ക് 1 എന്ന് പറഞ്ഞൊരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ടെലിഗ്രാമിൽ ഈ ഒരു പോസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇതിന്റെ അകത്ത് ഓഫർ 7ന്റെ താഴെ തന്നെ ലിങ്ക് 1 എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ കൊടുത്തിട്ടില്ല, കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു ഓഫർ ചെയ്യാനായിട്ട് നിങ്ങൾ ലിങ്ക് 1ൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ആ ഒരു വെബ്സൈറ്റിന്റെ അകത്ത് നമുക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ പേജിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. അപ്പോൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു ഓഫർ NCR, MMR, ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ പോലെയുള്ള സിറ്റികളിൽ മാത്രമേ അവർ ഇതിൻ്റെ അകത്തുനിന്ന് ക്യാഷ് ബാക്ക് കൊടുക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ആ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്യാഷ് ബാക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റിയുടെ ഇത് എൻ്റർ ചെയ്ത് കൊടുത്ത് ചെയ്യുക. അതായത് നമ്മൾ കേരളത്തിലാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കരുത് ഇതിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഒന്നില്ലെങ്കിൽ NCR കൊടുക്കുക, അല്ലെങ്കിൽ MMR കൊടുക്കുക, അല്ലെങ്കിൽ ബാംഗ്ലൂർ കൊടുക്കുക, അല്ലെങ്കിൽ പൂനെ കൊടുക്കുക, അല്ലെങ്കിൽ ഹൈദരാബാദ് കൊടുക്കുക, അല്ലെങ്കിൽ ചെന്നൈ സിറ്റി കൊടുക്കുക. ചെന്നൈയിൽ ഒരുപാട് വേറെ സ്പേസ് ഉണ്ട്, ചെന്നൈ സിറ്റി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് വർക്കിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാനിത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് 300 ക്യാരക്ടറുള്ള മിനിമം പോസിറ്റീവും നെഗറ്റീവുമായുള്ള റിവ്യൂസ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു സിറ്റീനെ പറ്റി, ആ ഒരു സിറ്റിയുടെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് റിവ്യൂ യുവർ ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ സിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു റാൻഡം ആയിട്ടുള്ള സിറ്റി. അപ്പോൾ ആ ഒരു സിറ്റിയിൽ മാത്രമേ അവർ ക്യാഷ് ബാക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് കൊടുക്കുന്ന സിറ്റി എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഹൈദരാബാദാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്, നിങ്ങൾക്ക് ഹൈദരാബാദ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൂനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെന്നൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെന്നൈ സിറ്റി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെന്നൈ കൊടുക്കുവാണെങ്കിൽ ചെന്നൈ സിറ്റി എന്ന് മാത്രം കൊടുക്കുക. ചെന്നൈ നോർത്ത്, ചെന്നൈ സൗത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്, അതൊന്നും കൊടുത്തേക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഹൈദരാബാദാണ് കൊടുക്കുന്നത്. ഹൈദരാബാദ് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലൊക്കാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വീണ്ടും ഞാൻ ഹൈദരാബാദിൽ നിന്ന് നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്ത പോലെ ഹൈദരാബാദിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഒരുപാട് ലൊക്കാലിറ്റി അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കാലിറ്റി എന്ത് ചെയ്യാൻ സാധിക്കും, സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊരു ലൊക്കാലിറ്റി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൊക്കാലിറ്റി സെലക്ട് ചെയ്ത് കൊടുത്തു, സിറ്റിയും സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ലൊക്കാലിറ്റിയും സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സൈഡിൽ ഒരു വാർണിംഗ് മെസ്സേജ് പോലെ ചിലർക്ക് വരും. അങ്ങനെ വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സിറ്റി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ലൊക്കാലിറ്റി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ലൊക്കാലിറ്റി കൊടുക്കുക. ഏതിൻ്റെ നേരെയാണോ വാർണിംഗ് മെസ്സേജ് വരുന്നത് അതിൻ്റെ നേരെ മാറ്റിയിട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് വാർണിംഗ് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. സിറ്റിയും ലൊക്കാലിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. സിറ്റി നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ഹൈദരാബാദാണ്. അതുപോലെ തന്നെ ലൊക്കാലിറ്റി ഒരു വലിയ നെയിം ആണല്ലേ, അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് അത് ഫുൾ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക, സിറ്റി ഇതാണെന്നും അതുപോലെ തന്നെ ലൊക്കാലിറ്റി ഇതാണ് നമ്മൾ കൊടുത്തതെന്നും ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരിക. വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യുവർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓണർ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഓണറിന്റെ തൊട്ടിപ്പുറമുള്ള ടെൻഡന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ഇയർ അല്ലെങ്കിൽ 3 ഇയറിന് മേളിലേക്കുള്ളൊരു ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 ഇയർ ആണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ നെയിം ചോദിക്കുന്നതായിരിക്കും. നെയിം കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെങ്കിൽ നമ്മുടെ UPI ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പം നിങ്ങളുടെ നെയിം അശ്വൻ എന്നാണെങ്കിൽ ആ ഒരു അശ്വൻ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ UPIയിൽ അശ്വൻ ആയിരിക്കും, ആ ഒരു അശ്വൻ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു റൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റിവ്യൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. റിവ്യൂസ് 5 സ്റ്റാർ റിവ്യൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ചാടി കയറി നിങ്ങൾ റിവ്യൂ കൊടുക്കരുത്. അങ്ങനെ ചാടി കയറി റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഒന്നും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, താഴേക്ക് വരിക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് റിവ്യൂവും നെഗറ്റീവ് റിവ്യൂവും എഴുതാനായിട്ട് 2 കോളംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം ഒരു 400 ക്യാരക്ടർ ഉൾപ്പെടുന്ന റിവ്യൂ വേണം പോസിറ്റീവിലും നെഗറ്റീവിലും എഴുതാൻ. 300 ആണ് അവർ മിനിമം പറയുന്നത്. പക്ഷേ 400 എങ്കിലും എഴുതിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്തുനിന്നൊരു കുറച്ച് ക്യാഷ് ബാക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ ആ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ താമസിച്ച രീതിയിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് കൊടുക്കാം. പോസിറ്റീവ് റിവ്യൂ, നെഗറ്റീവ് റിവ്യൂ. പക്ഷേ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 വേടി കുറയാത്ത റിവ്യൂ ആയിരിക്കണം. ഓക്കെ, 400 ക്യാരക്ടേഴ്സ്. ഓക്കെ, 400 ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ചിലർക്ക് അത് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സി സാമ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നേരത്തെ ആളുകൾ എഴുതിയിരിക്കുന്ന സാമ്പിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നിലേ എടുക്കുക. ഓക്കെ, കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് പോസിറ്റീവ് റിവ്യൂ എഴുതാൻ പറഞ്ഞ് ആ കോളത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ ടു സെർച്ച് നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ സർക്കിൾ ടു സെർച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ കോളത്തിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, ആ സാധനം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ആ സാധനം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ സിറ്റിയൊക്കെ നമ്മൾ നമ്മുടെ ഒരു ചാറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെലിഗ്രാം ചാറ്റിലേക്ക് ഞാൻ കോപ്പി ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ആ ചാറ്റിൽ തന്നെ പോസിറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത ആ ഒരു സംഭവം എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ആ ഒരു കോളത്തിന്റെ അകത്തൊരു സംഭവം ഉണ്ടല്ലോ, പ്ലീസ് ഷെയർ യുവർ പോസിറ്റീവ് എക്സ്പീരിയൻസ് റിഗാർഡിങ് ഇന്ന ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പാർക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓപ്ഷനാണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ പലർക്കും പല ഇതായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവ് റിവ്യൂ കൊടുക്കേണ്ടത്. പലർക്കും പല ഇതായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂവിൻ്റെയും അതെന്ത് ചെയ്യുക, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ സിറ്റി ലൊക്കാലിറ്റി എഴുതി വെച്ചേക്കുന്ന ആ ചാറ്റ് ഉണ്ടല്ലോ, ആ ചാറ്റിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ പോസിറ്റീവ് റിവ്യൂവും നെഗറ്റീവ് റിവ്യൂവും പറഞ്ഞു തരാവുന്ന ജെമിനിയോട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക, ടൈപ്പ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, മലയാളത്തിൽ വേണമെങ്കിൽ ചോദിക്കാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ചോദിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റിവ്യൂ എഴുതുമ്പോൾ ഇംഗ്ലീഷ് എഴുതുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് റിവ്യൂവും നെഗറ്റീവ് റിവ്യൂ എന്ത് ചെയ്യാം, ജസ്റ്റ് ജെമിനിയോടൊന്ന് ചോദിക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജെമിനിയോട് ഇങ്ങനെ, ഹൈ ജെമിനി, ഐ എം റൈറ്റിംഗ് ടു റിവ്യൂ ഓഫ് വൺ ലൊക്കാലിറ്റി ഓഫ് ഹൈദരാബാദ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അതിന്റെ താഴെ തന്നെ സിറ്റിയും അതുപോലെ തന്നെ ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ പോസിറ്റീവ് റിവ്യൂ ബേസ് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ കൊടുത്തു. 400 ക്യാരക്ടേഴ്സിൽ കുറയാത്ത പോസിറ്റീവ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂവും തരാൻ പറഞ്ഞു. അപ്പോൾ പോയിന്റ് വൈസ് ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നിന്റെ പോയിന്റ് വൈസ് ആയിട്ട് പോസിറ്റീവ് റിവ്യൂവും നെഗറ്റീവ് റിവ്യൂവും നമുക്ക് ജെമിനി തന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പേപ്പറിൽ എഴുതി വെക്കാം. അതായത് ഇതിൻ്റെ അത് കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ആ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിൽ ആ ഒരു പോസിറ്റീവ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂ എഴുതാൻ സാധിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മൊബൈൽ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇടുക. ഓക്കെ, മൊബൈലിൽ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, പോസിറ്റീവ് റിവ്യൂ എന്നുള്ള സ്ഥലത്ത് പോസിറ്റീവ് റിവ്യൂ എഴുതുക, നെഗറ്റീവ് റിവ്യൂ എന്നുള്ള സ്ഥലത്ത് നെഗറ്റീവ് റിവ്യൂ എഴുതുക. അപ്പം നമ്മൾ ഓരോ സ്പെസിഫിക് ആയുള്ള കണ്ടന്റിനെ പറ്റി അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയുള്ള കണ്ടന്റിന്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട് പോലെയാണ് ഇതിൻ്റെ അകത്ത് അവർ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് റിവ്യൂ എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് റിവ്യൂ എഴുതിയപ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 405 ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ താഴെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക 405 ഒക്കെ ഉണ്ടോന്ന്. ഒരു 400 പ്ലസ് എങ്കിലും വരണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ താഴത്തേലും നമ്മൾ ഇനി നെഗറ്റീവ് റിവ്യൂവിൻ്റെ ഇത് ഏകദേശം എഴുതാൻ പോവുകയാണ്. നെഗറ്റീവ് റിവ്യൂ ഏകദേശം ഒരു 400 പ്ലസ് ക്യാര ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് മേളിലേക്ക് വരിക. നമ്മൾ നേരത്തെ റിവ്യൂ കൊടുത്തിട്ടില്ല, 5 സ്റ്റാർ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് റിവ്യൂ കൊടുത്തിട്ടില്ല. എല്ലാത്തിനും സെയിം റിവ്യൂ കൊടുക്കരുത്. ഇപ്പോൾ 5 സ്റ്റാർ റിവ്യൂ ആണെങ്കിൽ 5 സ്റ്റാർ റിവ്യൂ എല്ലാത്തിനും കൊടുക്കരുത്. 3 സ്റ്റാർ റിവ്യൂ ആണെങ്കിൽ 3 സ്റ്റാർ റിവ്യൂ എല്ലാത്തിനും കൊടുക്കരുത്. ഇപ്പം ഇതിൻ്റെ അകത്ത് റിവ്യൂ കൊടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ താമസിച്ച രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ അകത്ത് കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂട്ട്, അതുപോലെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ സേഫ് ആൻഡ് സെക്യൂരിറ്റി, എൻവയോൺമെന്റ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ജെമിനിയിലേക്ക് തിരിച്ചു വന്നിട്ട് മേളിൽ പറഞ്ഞേക്കുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഈ കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി, ലൈഫ് സ്റ്റൈൽ, ഫെസിലിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, എൻവയോൺമെന്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു 5 സ്റ്റാർ റിവ്യൂ ഓരോ കണ്ടന്റിനെ ബേസ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ജെമിനിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെർച്ച് ചെയ്തപ്പോഴത്തേനും 5 സ്റ്റാറിൽ എത്രയാണ്
റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓരോന്നിൻ്റെ സ്പെഷ്യലായിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ ഒരു റിവ്യൂ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വെട്ടി കുറയ്ക്കാൻ കേട്ടോ. ഒരേപോലെ വരരുതെന്നേ ഉള്ളൂ എല്ലാം. എന്നിട്ട് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞ് കുറച്ച് ടാഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് നമ്മൾ പോസിറ്റീവ് റിവ്യൂ കൊടുത്തിരിക്കുന്ന ടാഗ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു 2-3 ടാഗെങ്കിലും മിനിമം സെലക്ട് ചെയ്യണം. ഒരു 5 ടാഗെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മിനിമം ഒരു 3 എണ്ണം കേട്ടോ. 3 ടാഗെങ്കിലും മിനിമം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂവിൻ്റെയും ടാഗ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരും. ആദ്യം നിങ്ങൾക്ക് എഴുതുന്ന സമയത്താണ് ഈ ഒരു ടാഗ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടാഗും കൂടെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് റിവ്യൂ തരണമെന്ന് പറയുക. പോസിറ്റീവ് റിവ്യൂ തന്നെന്ന് പറയുക, നെഗറ്റീവ് റിവ്യൂ അതുപോലെ തരണമെന്ന് പറയുക. ഇപ്പം നമ്മൾ റേറ്റിംഗ് കൊടുത്തു, റിവ്യൂ എഴുതി, അതിനുശേഷം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, ഏറ്റവും നല്ലത്. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ജെമിനിയിൽ ഒന്ന് പോവുക. ജെമിനിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരാമോ എന്ന് ജെമിനിയോട് തന്നെ ഒന്ന് ചോദിക്കുക. ഒരു 5-6 ഫോട്ടോസ് ഒന്ന് തരാമോ എന്ന് ചോദിക്കുക. അപ്പോൾ ജെമിനി ഒരു ഫോട്ടോയൊക്കെ ആയിരിക്കും ആദ്യം തരുന്നത്. അതിനുശേഷം ഗീവ് മീ മോർ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോഴത്തേനും വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ തരും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക. ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർമാർക്ക് ഉണ്ടാവാൻ പാടില്ല. വാട്ടർമാർക്ക് ഇല്ലാത്ത ഫോട്ടോസ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷനിലാണ് കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. റിവ്യൂ എഴുതിയതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് 150 ക്യാഷ് ബാക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു 150 ക്യാഷ് ബാക്ക്, ടോട്ടൽ 300 ആയിരിക്കും ആദ്യം ക്യാഷ് ബാക്ക്. അപ്പോൾ ഇത് 300 മാത്രമല്ല കേട്ടോ, ഈ ഒരു ഓഫർ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫസ്റ്റ് ക്യാഷ് ബാക്ക് കിട്ടി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലർക്ക് PNG ഫോർമാറ്റിലായിരിക്കില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, കൺവേർട്ട് ടു PNG എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് PNGയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ JPGയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒട്ടുമിക്ക ആളുകൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. താഴെ പോസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തൊട്ടൊന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സിറ്റിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് ഹൈദരാബാദ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൊക്കാലിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടില്ല കേട്ടോ, സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ കേരള വരും, സിറ്റിയും ലൊക്കാലിറ്റിയും കേരള വരും. അതുകൊണ്ട് മൂന്നാമത്തെ ആ ഒരു വെരിഫൈ യുവർ കറന്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെയിം ചോദിച്ചിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പോസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഭാഗമായിട്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക കറക്റ്റായിട്ട്. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴത്തേനും കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, OTP അളക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP അളക്ക് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങളോട് UPID ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, UPID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ക്യാഷ് ബാക്ക് വാങ്ങിക്കാനുള്ള ഒരു UPID ഉണ്ട്. ആ ഒരു UPI ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയുടെ കൊടുക്കാം, ഫാം പേയുടെ കൊടുക്കാം, പേടിഎമ്മിൻ്റെ കൊടുക്കാം, ഫോൺ പേയുടെ കൊടുക്കാം. ഏത് UPIയുടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. UPID കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. UPID എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൊബൈൽ നമ്പർ അല്ല കേട്ടോ, പലർക്കും തെറ്റിപ്പോകുന്നൊരു മിസ്റ്റേക്കാണ്, മൊബൈൽ നമ്പർ ചാടിക്കയറി കൊടുക്കും. UPID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പേടിഎമ്മിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേയുടെ ഒക്കെ ആണെങ്കിൽ സ്കാൻ കോഡ് ഉണ്ടാവുമല്ലോ, ആ സ്കാൻ കോഡിൻ്റെ അടുത്ത് തന്നെ UPID എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു UPID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. UPID കൊടുത്തതിന് ശേഷം താഴെ ഒരു I agree എന്ന് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആ ഒരു ടിക്ക് മാർക്ക് കൂടെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സബ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ റഫറിനും 50 വെച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് റഫർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ റിവ്യൂ എഴുതുന്ന സമയത്ത് 150 ക്യാരൊക്കെ എഴുതിയിട്ട് ചിലർ സബ്മിറ്റ് കൊടുക്കും. അങ്ങനെയുള്ളവർക്കൊന്നും പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്തൊന്നും കിട്ടത്തില്ല. സോ പ്രോപ്പറായിട്ട് ഇത് വേറൊരാൾ വായിച്ചു നോക്കും. ആ വായിച്ചു നോക്കുന്ന ആൾക്ക് ഇത് തരാൻ തോന്നണം, നിങ്ങൾക്ക് ഇത് തരാൻ തോന്നണം. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനകത്ത് ഇത് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ജെമിനി യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രൊഫഷണലായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നിങ്ങളുടെ ഫ്രണ്ട് പ്രോപ്പറായിട്ട് ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 50 വെച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫ്രണ്ടിനോട് ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് അവൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞ് അവന് ക്യാഷ് ബാക്ക് റിസീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ അകത്തുനിന്ന് ക്യാഷ് ബാക്ക് റിസീവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫറാണ്. ഈ ഒരു ഓഫറിൻ്റെ അകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, KYC ഇല്ല. റെഫർ ചെയ്യേണ്ടവർക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ സെൽഫായിട്ട് ആ ഒരു റിവ്യൂ ചെയ്തതിൻ്റെ ഒരു 300 ക്യാഷ് ബാക്ക് കിട്ടും. 7 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും ആ ഒരു റിവ്യൂ നടത്തിയതിൻ്റെ ഇത് കിട്ടുന്നത്. പിന്നെ ഈ ഒരു 7 ഡേയ്സ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് വീണ്ടും ചെയ്യാൻ സാധിക്കും.